നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 21-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 8-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം അത്ര ദോഷപ്രദമായ നക്ഷത്രമല്ല, ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പൊതുവെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു ദിവസമാണ്. പോസിറ്റീവ് എനർജിയുള്ള ദിവസമുണ്ട്, നെഗറ്റീവ് എനർജിയുള്ള ദിവസമുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ് ശരിക്കും ചൊവ്വാഴ്ച, ചൊവ്വയുടെ ദിവസം. ചൊവ്വയ്ക്ക് ഉള്ള പ്രത്യേകത, ചൊവ്വ ശത്രുഗ്രഹമാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഓഫീസിലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് അത് മേലുദ്യോഗസ്ഥരുടെ ആയാലും ശരി, കീഴുദ്യോഗസ്ഥരുടെ ആയാലും ശരി, ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള അതൃപ്തികൾ അവരിൽ നിന്ന് ഉണ്ടാകാനിടവരും. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. അതേപോലെ തന്നെ നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. ചെറിയ അപകടങ്ങളോ അല്ലെങ്കിൽ ചെറിയ വഴക്ക്, പ്രശ്നങ്ങൾ, കേസ് ഒക്കെ വരാനോ ഒക്കെ ഇടയുള്ള സമയമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ട് പോകണം. പ്രധാനമായിട്ട് ഇത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ സൂക്ഷിച്ചാൽ മാത്രം മതി. പ്രധാനമായിട്ട് മകരമാസത്തിൽ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ വർഷമല്ല. കുറേ കഷ്ടതകൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതുപോലെ ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, അതിൽ തടസ്സങ്ങളുണ്ടാവാം. പലതരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ കേസ് വഴക്കുകളുണ്ടാവാം. ആക്സിഡൻറ്റ് സംഭവിക്കാം, സർജറിക്ക് വിധേയമാവാം. ഒക്കെ വരാനിടയുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് എന്നറിയുക. ഇതെല്ലാം കേട്ടിട്ട് ഭയന്ന് ഇരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഈ ദോഷത്തെ, എന്ത് ദോഷപാപത്തെയും മാറ്റാൻ നമുക്ക് സാധിക്കും. ആര് വിചാരിച്ചാൽ സാധിക്കും? നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അല്ലാതെ ആര് വിചാരിച്ചാലും നമ്മളുടെ ദോഷം മാറ്റാൻ സാധിക്കില്ല. നമ്മളിത് അറിഞ്ഞിട്ട് എനിക്ക് ഈ ദോഷഭാവങ്ങളൊന്നും വരരുത് എന്ന ചിന്താഗതിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രധാനമായി മുരുകനെ, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. മുരുകക്ഷേത്രത്തിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന നടത്തണം. ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണ് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഷഷ്ഠിവ്രതം നോക്കണം. അതുപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം, അസുഖമോ അസ്വസ്ഥതയോ അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കുക. ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതൊരു വർഷത്തെ ഫലത്തെ, ഒരു വർഷത്തെ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം വരുന്നത് 3:29 തൊട്ട്, ഇന്ന് രാഹുകാല സമയം വരുന്നത് 4:55 വരെയും. അതുപോലെ ഗുളികകാല സമയം വരുന്നത് 12:36 തൊട്ട് 2:02 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 9:43 തൊട്ട് 11:09 വരെയും. എന്തുകൊണ്ട് ഈ സമയത്തിന് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ദിവസം നല്ലതല്ല. അതിൽ ഈ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധാലുവായിട്ടായിരിക്കണം നമുക്ക് പോവേണ്ടത്. അതുപോലെ ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് ഇന്ന് 12:12 തൊട്ട് 1 മണി വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം നമുക്കൊരു പ്രത്യേക കവചം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നെഗറ്റീവ് അധികമായിട്ട് ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സമയം എല്ലാ കാര്യങ്ങൾക്കും എടുക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം.
അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ചുവന്ന കളറിലുള്ള വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് ബ്ലൗസായിട്ടായാലും ഷർട്ടായിട്ടായാലും ഷോളായിട്ടായാലും ചെറിയ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടാണെങ്കിലും കരുതുക. അല്ലെങ്കിൽ ചിലർ ചുവന്ന കുറി ധരിക്കുകയാണെങ്കിൽ പൊട്ടിടണമെങ്കിൽ അത് വളരെ ഭാഗ്യത്തെ കൊടുക്കും. ചുവന്ന പൂവ് ചൂടുന്നതും ഭാഗ്യദായകമായി തീരും. ഇതൊക്കെ ഭാഗ്യത്തെ നമുക്ക് നമ്മളിലുള്ള നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് നമ്മളിലേക്ക് കയറ്റാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്ക് പ്രപഞ്ചമാതാവ് എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.